നാം ഊന്നി പറയാറുണ്ട് പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ ഉയർന്ന നിലവാരമുള്ളതാണെന്ന്. പല മേഖലകളിലും ഈ ഉയർന്ന നിലവാരം നമുക്ക് കാണാം. പാപത്തിൻ്റെ ക്ഷമ മാത്രമേ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ പാപത്തിന്മേലുള്ള ക്ഷമ മാത്രമല്ല, പാപത്തിന്മേലുള്ള ജയവുമുണ്ട്. പാപത്തിന്മേലുള്ള ജയം. പഴയ നിയമത്തിൽ ദൈവത്തോടുള്ള വ്യക്തിപരമായ നടപ്പായിരുന്നു ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ അതൊരു കൂട്ടായ്മയാണ്. നമുക്കൊരുമിച്ച് ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് കഴിയും. നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്, അങ്ങനെ നാം ഒരു ശരീരമാകുന്നു. എന്നാൽ പഴയ നിയമത്തിൽ ഇതൊന്നും സാധ്യമല്ലായിരുന്നു. ഇതുപോലെ പല കാര്യങ്ങളുമുണ്ട്. മറ്റൊരു മേഖല കുടുംബജീവിതമാണ്. നിങ്ങളുടെ ഭാര്യയുമായിട്ട് നിങ്ങളുടെ ബന്ധം എന്താണ്? അത് പഴയ നിയമത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമേ ആയിരുന്നില്ല. അതിൻ്റെ പല ഉദാഹരണങ്ങളും നമുക്ക് കാണാം. ഇയ്യോബിൻ്റെ പുസ്തകമാണ് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകം. ഇയ്യോബ് ജീവിച്ചത് ഏതാണ്ട് അബ്രഹാം ജീവിച്ച കാലഘട്ടത്തിലാണ്. മോശയ്ക്ക് വളരെ മുമ്പ്. മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. മോശയാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയത്. എന്നാൽ ഇയ്യോബ് അബ്രഹാമിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് ഇതായിരിക്കും വേദപുസ്തകം എഴുതിയ ആദ്യ പുസ്തകം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ആ സംസാരങ്ങൾ അത്ര ഡീറ്റെയിൽഡായിട്ട് എഴുതണമെങ്കിൽ അത് 100-500 വർഷത്തിന് ശേഷം എഴുതിയതായിരിക്കില്ല. മോശ ജനിച്ചത് ഇയ്യോബിനും അബ്രഹാമിനും ശേഷം 500 വർഷം കഴിഞ്ഞാണ്. അതുകൊണ്ട് ദൈവം ഒന്നാമത് എഴുതിയ പുസ്തകത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും ഭക്തനായി ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോന്ന് ദൈവം തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നാൽ അവൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ആരംഭത്തിൽ അവൻ്റെ ഭാര്യ ഒരു ഭക്തയായ സ്ത്രീ ആയിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ കണ്ട ഭാര്യ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ പോയി ആത്മഹത്യ ചെയ്യാത്തത്? ചിന്തിച്ചു നോക്കൂ, ഒരു ഭാര്യ ഭർത്താവിനോട് ആത്മഹത്യ ചെയ്യാൻ പറയുന്നു. അവൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം നിന്നെ കൈവിട്ടിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നു? നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, നിന്റെ മക്കൾ നഷ്ടപ്പെട്ടു. ദൈവത്തെ ശപിച്ച് മരിച്ചു കളക. ആത്മഹത്യ ചെയ്യാതെ എങ്ങനെയാണ് അയ്യോബിന് മരിക്കാൻ കഴിയുന്നത്? ദൈവം തന്നെ പുകഴ്ത്തിയ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഭക്തനും വിവാഹിതനുമായ ആദ്യത്തെ ആൾ, അവന് നല്ല ഒരു കുടുംബജീവിതമില്ലായിരുന്നു. ഞാൻ പറയുന്നത് ഇതല്ല, ഭക്തനായ ഒരു മനുഷ്യന് ഭക്തയായ ഒരു ഭാര്യ ഉണ്ടാകണമെന്നല്ല. പല ഭക്തരായ മനുഷ്യർക്കും പലപ്പോഴും ഭക്തരായ ഭാര്യമാരുണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ജോൺ വെസ്ലി. അവൻ്റെ ഭാര്യ ഒട്ടുമേ ദൈവഭക്തി ഉള്ളവളായിരുന്നില്ല. ഇയ്യോബിൻ്റെ ഭാര്യയെപ്പോലെ അവനെ എപ്പോഴും അവൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ഇയ്യോബിൻ്റെ ഭാര്യ ഏറ്റവും കുറഞ്ഞ വർഷം പിന്നീട് മാനസാന്തരപ്പെട്ടു. അവന് പിന്നീട് 10 മക്കളുണ്ടാകുകയും ദൈവം അവനെ എങ്ങനെ അനുഗ്രഹിച്ചെന്ന് കണ്ടപ്പോൾ ജോൺ വെസ്ലിയുടെ ഭാര്യ അവനെ വിട്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇതല്ല പറയുന്നത്, നീ ഒരു ദൈവഭക്തനാണെങ്കിൽ നിന്റെ ഭാര്യ ദൈവഭക്തി ഉള്ള ഒരാളായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നിങ്ങൾ ദൈവഭക്തനായ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ, ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കണം നിങ്ങൾ ഭക്തയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ. കാരണം നിങ്ങൾക്ക് ഭക്തിയുള്ള ഒരു കുടുംബം ഉണ്ടാകണം. എന്നാൽ രണ്ടുപേരും അതിന് മനസ്സില്ലാത്തവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എബ്രായ ലേഖനം 11 പറയുന്ന മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പം, ഹാബേൽ, അവൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അതുപോലെ ഹാനോക്ക്, അവൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. അവിടെ പറയുന്ന പലരെക്കുറിച്ചും, ചിലരെക്കുറിച്ച് നമുക്കറിയാം. അബ്രഹാമിൻ്റെ ഭാര്യ സാറ, അവളൊരു ദൈവഭക്തയായ സ്ത്രീയായിരുന്നു. എന്നാൽ മറ്റു പലരെക്കുറിച്ചും നമുക്ക് കാര്യമായ അറിവില്ല. ഉദാഹരണത്തിന് മോശയുടെ ഭാര്യ. മോശയുടെ ഭാര്യയെക്കുറിച്ച് നാം വായിക്കുന്നത് അവർ തമ്മിലൊരു കലഹമുണ്ടായ സമയത്താണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ അവരുടെ കുട്ടിയെ പരിച്ഛേദന ചെയ്യുന്നതിനെ സംബന്ധിച്ച്. പഴയ നിയമത്തിൽ പലരുടെയും കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ ശരിയായിട്ട് വളർത്തിക്കൊണ്ടുവന്നില്ല, ഇങ്ങനെ പലതും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം അത് വളരെ വ്യത്യസ്തമാണ്. ദൈവവചനം പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടൊപ്പം വസിക്കണം. 1 പത്രോസ് 3-ാം അധ്യായം 1 പത്രോസ് 3-ാം അധ്യായം 7-ാമത്തെ വാക്യം.
അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരു ഭർത്താവ് ഭാര്യയോടുകൂടെ എങ്ങനെ വസിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ ഇങ്ങനൊരു കൽപ്പനയില്ല. ഒരു ഭർത്താവ് ഭാര്യയോടുകൂടെ വസിക്കേണ്ടത് അവൻ്റെ ജീവിതകാലം മുഴുവനും ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. അവൾ ഒരു ബലഹീന പാത്രമാണ്. ശാരീരികമായിട്ട് ബലഹീനയാണ്, വികാരപരമായിട്ട് ബലഹീനയാണ്, ബുദ്ധിപരമായിട്ട് ബലഹീനയായിരിക്കണമെന്നില്ല, അതൊരു കാര്യവുമില്ല. ശാരീരികമായിട്ട് ബലഹീനയാണ്, അതുപോലെ തന്നെ വികാരപരമായും. അവൾ ഒരു ബലഹീന പാത്രമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. എല്ലാ ഭർത്താക്കന്മാരും ആ കാര്യം ഓർത്തിരിക്കണം അവരുടെ ജീവിതകാലം മുഴുവനും. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യ ഒരു ബലഹീന പാത്രമാണ്. ബലഹീനത എന്ന് പറഞ്ഞാൽ അനാത്മീയത അല്ല. ശാരീരിക ബലഹീനതയും ആത്മീയതയും തമ്മിൽ ഒരു ബന്ധവുമില്ല. വികാരപരമായ ബലഹീനത, ഒരു സ്ത്രീ പെട്ടെന്ന് കരയുന്നു, അത് ആത്മീയതമായിട്ടൊരു ബന്ധവുമില്ല. പുരുഷൻ കരയുന്നില്ല, അതിൻ്റെ അർത്ഥം അവൻ ആത്മീയനാണെന്നാണോ? എന്നാൽ ഒരു മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ഇക്കാര്യത്തിൽ ഒരു പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ, അത് ഇതുപോലെയാണ്. നിങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണ്, നിങ്ങൾക്ക് 2 പെട്ടികളുണ്ട് ഫ്ലൈറ്റിൽ കയറ്റാനാടി. ഭാരമുള്ളത് ആരായിരിക്കും എടുക്കുന്നത്? ഭർത്താവായിരിക്കും, കാരണം അവൻ ശക്തനാണ്. ഇതുപോലെ തന്നെ ആത്മീയത്തിലും കൂടുതൽ ആത്മീയ ഭാരം വഹിക്കാൻ നമ്മൾ തൽപരരായിരിക്കണം. ഭാര്യ ആയിരിക്കരുത് വലിയ ഭാരം എടുക്കുന്നത്. എല്ലാ മേഖലയിലും അവൾ ബലഹീനയാണ്. നിങ്ങളൊരു ആത്മീയ ഭർത്താവാകാൻ ആഗ്രഹിക്കുന്നത് ഇത് അംഗീകരിക്കണം. അതുപോലെ അവൾക്ക് ബഹുമാനം കൊടുക്കണം. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കണം. കാരണം അവർ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ സിംഹാസനം. അവരുടെ 2 പേരുടെയും നില ഒരേ നിലയിലാണ്. അവിടെ സ്ഥാനം താഴെയല്ല, 2 പേരും ഒരേ നിലയിലാണ്. കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ 2 പേരും ഒരേ നിലയിലാണ്. കൃപയ്ക്ക് കൂട്ടവകാശികൾ. നിനക്ക് കിട്ടുന്ന അതേ കൃപ തന്നെ അവൾക്കും കിട്ടും. നിങ്ങൾ എങ്ങനെ ഉള്ള ഒരു ഭർത്താവായിരുന്നാലും നിങ്ങൾ ഈ പ്രമാണം അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇത് സാധ്യമാണോ? അനേക ഭർത്താക്കന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളത്. കാരണം അവരുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല അവർ. അവർക്ക് ഒത്തിരി വേദപുസ്തക ജ്ഞാനം കാണാം, അവരൊരു പക്ഷേ സഭയിൽ പ്രസംഗിക്കുന്നവരും ആകാം. എന്നാൽ അവർ ഇവിടെ പറയുന്നത് പോലെ ബഹുമാനം കൊടുക്കുന്നവരായിരിക്കില്ല അവരുടെ ഭാര്യമാർക്കൊരു കൂട്ടവകാശി എന്ന തരത്തിൽ. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു കൽപ്പനയും ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിൽ അവർ യഹൂദന്മാരെ, അവരുടെ ഭാര്യമാരെ അവഗണിച്ചിരുന്നു. അവരുടെ വംശാവലി പറയുന്ന സമയത്ത് അവിടെ സ്ത്രീകളെക്കുറിച്ച് ഒന്നും എഴുതിയില്ല. അവരുടെ പൂർവികന്മാരുടെ വംശപരമ്പരയെക്കുറിച്ച് പറയുമ്പം പുരുഷന്മാരുടെ പേര് മാത്രമേ പറയത്തുള്ളായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയട്ടെ. യേശുവിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ച് 2 പറയുന്നുണ്ട്. അതിലൊന്ന് മത്തായിയുടെ സുവിശേഷത്തിലാണ്. ഔദി ഔസേഫിൻ്റെ വംശപാരമ്പര്യമാണ് പറയുന്നത്, മേളിലോട്ട് അബ്രഹാം വരെ. എന്നാൽ ലൂക്കോസിൽ അവിടെ മറിയയുടെ വംശപാരമ്പര്യമാണ് പറയുന്നത്, യോസഫിൻ്റെ ഭാര്യ, മറിയയുടെ പിതാവ് അങ്ങനെ ആദാം വരെയുള്ള ചരിത്രം. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഇവിടെ മത്തായിയുടെ ലേഖനത്തിൽ അവിടെ ആ വംശാവലി അവസാനിക്കുന്നത് ജോസഫിലാണ്. അതുകൊണ്ട് അവൻ്റെ പേരവിടെ പറയുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ ലേഖനത്തിൽ മറിയയുടെ പേര് പോലും അവിടെ പറയുന്നില്ല. അത് ആശ്ചര്യകരമായൊരു കാര്യമല്ലേ? ഞാൻ നിങ്ങളെ കാണിക്കുകയായിരുന്നു പഴയ നിയമത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ അവരെ ബഹുമാനിക്കാനായിട്ട് പറയുന്നു. എന്നാൽ ഞാൻ കാണുന്നു പല പുതിയ നിയമ ഭർത്താക്കന്മാരും പഴയ നിയമ ഭർത്താക്കന്മാരെ പോലാണ്. ഇതേ അധ്യായം 1 പത്രോസ് 3-ാം അധ്യായത്തിൽ ഭാര്യമാരെക്കുറിച്ച് പറയുന്നു. പുതിയ നിയമത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. 1 പത്രോസ് 3:1. അവരിൽ ചിലർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ലെന്ന് കണ്ടാൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് ആത്മീയനായിരിക്കുകയില്ല, ദൈവവചനം അനുസരിക്കാത്ത ആളാവാം. നിങ്ങൾ ഒരു ദൈവവചനം പോലും നിങ്ങളുടെ ഭർത്താവിനോട് പറയാതെ തന്നെ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അവനെ കർത്താവിനോട് അടുപ്പിക്കാൻ കഴിയും. അത് അത്ഭുതകരമല്ലേ? നിങ്ങൾക്ക്
നിങ്ങളുടെ പെരുമാറ്റത്തിൽ കൂടി അവരെ നേടുവാനായിട്ട് കഴിയും. ഒരു വാക്കുപോലും പറയാതെ അവരെ കർത്താവിലേക്ക് നടത്താൻ കഴിയും. നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നാം മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, ഒരു വാക്കുപോലും പറയാതെ നിങ്ങൾക്ക് അവരെ നേടാൻ കഴിയും. നിങ്ങളുടെ നല്ല നടപ്പിനാൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതമാണ് നമ്മുടെ വാക്കിനേക്കാൾ മുമ്പ് വരേണ്ടത്. ചിലപ്പോൾ ഒരു വാക്കുമില്ലാതെ നമ്മുടെ ജീവിതം തന്നെ കർത്താവിലേക്ക് ആളുകളെ നടത്താൻ കഴിയും. ഭർത്താവ് ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടിട്ട്, ഭയത്തോടുകൂടിയ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടിട്ട്, ഭയത്തോടുകൂടിയ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇവിടെ പറയുന്നു, പുതിയ നിയമ നിലവാരം അനുസരിച്ച് ഒരു ക്രിസ്തീയ കുടുംബ ബന്ധങ്ങൾ എഫേസ്യർ 5-ൽ പറയുന്നു, 22-ാമത്തെ വാക്യം, ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. ഈ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം 32-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പദം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ 2 വാക്യങ്ങളുണ്ട്. ഒന്ന് സ്നേഹം, രണ്ടാമത് ഭയപ്പെടേണ്ടതാകുന്നു. വളരെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. കാരണം ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ്. എല്ലാ ഭാര്യമാരും അത് പറയും. എന്നാൽ അവിടെ പറയുന്ന ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണമെന്നല്ല, അത് നമുക്കറിയാം. അവിടെ പറയുന്ന ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണമെന്നാണ്. കാരണം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം ബഹുമാനമാണ്, ആ വീടിൻ്റെ തലയെന്ന നിലയിൽ. അതുകൊണ്ടൊരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെന്നുള്ളതാണ്. വാക്കുകൾ കൊണ്ട് മാത്രമല്ലത്. മനഃശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ പറയും, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഭാര്യമാരോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ ടെലിഫോൺ വിളിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം. അതൊക്കെ അരിഷ്ടത ബോധമുള്ളവരിലാണ്, അവർക്ക് ഇടയ്ക്ക് ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട്. സ്നേഹം അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കേണ്ടതല്ല, അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ തെളിയേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് യേശു തൻ്റെ സ്നേഹം നമ്മളെ കാണിച്ചത്? എങ്ങനെയാണ് ദൈവം നമ്മളോട് തൻ്റെ സ്നേഹം കാണിച്ചത്? യേശു തൻ്റെ സ്നേഹം കാണിച്ച് അവൻ ഓടി നടന്ന ആളുകളോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയൊന്നും ആയിരുന്നല്ല യേശു അത് കാണിച്ചത്. അവൻ്റെ പ്രവൃത്തിയിലൂടെ അവനാണ് സ്നേഹം കാണിച്ചത്. അത് തന്നെ തന്നെ ത്യജിച്ചുകൊണ്ടാണ്. ഒന്നാമത് തന്നെ തന്നെ ത്യജിച്ച് അവൻ ഈ ലോകത്തിലേക്ക് വന്നു. വൃത്തിഹീനമായിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ട് നമ്മളെ മെച്ചപ്പെട്ടവരാക്കുവാൻ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടാണ് അവൻ വന്നത്. അവൻ അപമാനിക്കപ്പെട്ടപ്പോൾ അവൻ ശാന്തനായി നിന്നു. അതുകൊണ്ടൊരു ഭർത്താവും അതുപോലെ ആയിരിക്കേണ്ടതുണ്ട്. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ ഭാര്യ ഒരു മന്ദഗതിക്കാരിയാണ്. ശരി, ഇവിടെ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നു, സ്നേഹം എന്താണെന്നറിയാൻ ഈ അധ്യായം വായിച്ച് പഠിക്കുന്നത് നന്നാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. 1 കൊരിന്ത്യർ 13-4 ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പറയുന്നു, അത് കരുണയുള്ള വാക്ക് പറയുന്നതല്ല, അത് മനഃശാസ്ത്രമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ദീർഘമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കുറവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ചുറുചുറുക്കില്ലായ്മ, അങ്ങനെ നിൻ്റെ ഭാര്യ അത് ചെയ്യുന്നതിന് നിനക്ക് വിഷമം ഉണ്ടായിരിക്കാം. കാരണം നീ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ അല്ലായിരിക്കാം. ഒരുപക്ഷെ നിൻ്റെ രീതി അതല്ലായിരിക്കാം. ക്ഷമയുള്ളവനായിരിക്കാം. നിൻ്റെ ഭാര്യ നിന്നെ പോലെ ആയിരിക്കുകയും നീ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുന്നുള്ളതാണെങ്കിൽ ക്ഷമയുടെ ആവശ്യമില്ല. നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും ക്ഷമയില്ലാത്തവനായിരിക്കും. നിങ്ങളുടെ ഭാര്യയോട് വളരെ ക്ഷമയുള്ളവനായിരിക്കാം. കാരണം നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന പോലെ നിൻ്റെ ഭാര്യ ചെയ്യാതിരിക്കുമ്പോഴാണ് നിനക്ക് ക്ഷമയുടെ ആവശ്യം. നമ്മുടെ കുടുംബജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളെ അസ്വസ്ഥരാക്കാം. പലപ്പോഴും ഒരു വിലയുമില്ലാത്ത അപ്രധാന കാര്യങ്ങൾ അത് നമ്മെ അസ്വസ്ഥരാക്കി തീർക്കാം. അത് ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമേ അല്ല. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആ കാര്യം നടന്നില്ല എന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കുക എന്നുള്ളത്. പല ഭാര്യ ഭർത്താക്കന്മാരും കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. തമ്മിൽ സ്നേഹിക്കുന്ന ഏത് ഭാര്യയും ഭർത്താവും തമ്മിൽ ക്ഷമിക്കണം. അതുകൊണ്ട് ക്ഷമയാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ ക്ഷമ പരിശോധിക്കപ്പെടുന്നത് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ
ആഗ്രഹിക്കാത്ത വണ്ണം ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. എന്നാൽ ആ കാര്യം ഒരു പാപമല്ല. ഞാൻ പാപകരമായ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പാപമാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങളോട് കള്ളം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയണം എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ പാപകരമായ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന വിധം, വീട്ടുകാര്യം ചെയ്യുന്നത്, സാധനങ്ങൾ സൂക്ഷിക്കുന്നത്, നിങ്ങൾ എത്ര വൃത്തിയുള്ള ആളാണ്, അത് പ്രധാനപ്പെട്ടതല്ല. നിങ്ങൾ വൃത്തിയുള്ളവനായിരിക്കും, നല്ലതാണ്, അത് മോശമല്ല. എന്നാൽ ആളുകൾ വ്യത്യസ്തരാണ്. ചില ആളുകൾക്ക് സത്യസന്ധതയേക്കാൾ പ്രധാനപ്പെട്ടതാണ് വൃത്തി. ഞാൻ പറയും സത്യസന്ധതയാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, വെടിപ്പ് ദൈവഭക്തിയോട് അടുത്ത് നിൽക്കുന്നുവെന്ന്. അങ്ങനെ നിങ്ങൾ ഓർത്താൽ പോലും അവിടെ ദൈവഭക്തിയാണ് ഒന്നാമത് നിൽക്കുന്നത്. ശുചിത്വം ദൈവഭക്തിയേക്കാൾ വലുതല്ല. ദൈവഭക്തിയാണ്, അത് ദീർഘമായിട്ട് ക്ഷമിക്കുന്നതാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അതുപോലെ സ്നേഹം ദയയുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് തമ്മിൽ സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ ചെയ്യുന്നതല്ലേ കുറേ കൂടെ മെച്ചപ്പെട്ട കാര്യം. അത് പറയേണ്ടത് കരുണയോടുകൂടെയാണ്, ധാർഷ്ട്യത്തോടെ അല്ല. ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വാഗ്വാദം മിക്കവാറും ആരംഭിക്കുന്നത് നീ എപ്പോഴും എന്നാൽ എപ്പോഴും അല്ല, ചില സമയത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനെ പർവ്വതീകരിച്ച് നീ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്, നീ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. കാരണം നമ്മുടെ ഹൃദയത്തിൽ അത് ഉറച്ചിരിക്കുകയാണ്. സ്നേഹം കരുണയുള്ളതാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെ നാം ഒരു ദിവസം കൊണ്ട് ചെന്ന് ചേരത്തില്ല. ഞാനൊരു എക്സ്പേർട്ടായിട്ടല്ല ഇത് പറയുന്നത്. ഞാൻ വിവാഹിതനായ സമയത്ത് ഞാൻ വളരെ സ്വാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു എൻ്റെ സ്വാർത്ഥത അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന്, അല്പം കൂടെ കരുണയുള്ളതാണ്. എന്നാൽ ഞാൻ പൂർണ്ണനായിട്ട് ഒരാളല്ല. എന്നാൽ പൂർണ്ണതയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മുമ്പാകെ എനിക്ക് പറയാനായിട്ട് കഴിയും, ഞാൻ പൂർണ്ണമായിട്ടും അതിനായിട്ട് പരിശ്രമിക്കുന്നു. ഞാൻ പൂർണ്ണതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ്, എന്നെപ്പോലെ അപൂർണനായ ഒരു മനുഷ്യനോട്. അപൂർണതയുള്ള രണ്ടുപേരെയാണ് ഒരു വിവാഹത്തിൽ കൂടെ ദൈവം ഒരുമിച്ച് ചേർക്കുന്നത്. ഇത് ഒരിക്കലും മറന്നു കളയരുത്. ദൈവം കൂട്ടി യോജിപ്പിക്കുന്നത് രണ്ട് അപൂർണരായ ആളുകളെയാണ്. അവർ തമ്മിൽ സഹായിക്കുകയാണ് പൂർണ്ണതയിലേക്ക് എത്താൻ. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ വിവാഹം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം കരുണയുള്ളതാണ്. നിങ്ങൾക്ക് കാണാം, ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ ചിലപ്പോൾ അസൂയകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്നേഹം അസൂയപ്പെടുന്നില്ല. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരു അസൂയുണ്ടോ? നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാമെന്ന്? ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളെക്കാൾ അധികം മറ്റുള്ളവർ അംഗീകരിക്കുന്നെന്നും? ഒരുപക്ഷെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഭർത്താവിന് കൂടുതൽ അറിയാമെന്നുള്ള സാധാരണ പ്രശ്നമല്ല. എന്നാൽ ഭാര്യമാർക്ക് കൂടുതൽ അറിയാമെങ്കിൽ ചില ഭർത്താക്കന്മാർക്ക് പ്രശ്നമാണ്. ചില ഭാര്യമാർക്ക് വീട്ടിൽ മുഖ്യസ്ഥാനം വേണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും അവരുടെ ഇടയിൽ അസൂയ ഉണ്ടാകാം. ഇത് അത്ഭുതകരമല്ലേ പരിശുദ്ധാത്മാവ് ആ വാക്ക് അവിടെ ഉൾപ്പെടുത്തിയത്? യഥാർത്ഥ സ്നേഹം അസൂയപ്പെടുന്നില്ല. അതിനൊരു തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഒരിക്കലും ഒരു കോളേജിൽ പോയിട്ടില്ല, നിങ്ങൾക്കതുപോലെ ഒരു ബിരുദമില്ല. എന്നാൽ നിങ്ങളുടെ മകനോ മകളോ ഒരു കോളേജിൽ പോയി വളരെ ഉന്നതമായ ഒരു ജയം പ്രാപിച്ചാൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകുമോ? ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റൊരാളുടെ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയാൽ, 1ാം റാങ്ക് കിട്ടിയാൽ, എന്നാൽ അസൂയപ്പെടാനൊരു സാധ്യതയുണ്ട്. എന്നാൽ അത് നിങ്ങളുടെ മകനോ മകളോ ആണെങ്കിൽ, നിങ്ങൾക്കൊരു ബിരുദമില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളെക്കാൾ എത്ര കൂടുതൽ വിദ്യാഭ്യാസപരമായി മുന്നേ പോയാലും നിങ്ങൾക്ക് അസൂയ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ്? അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, സ്നേഹം അസൂയപ്പെടുന്നില്ല. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നേടാത്ത ഉന്നതമായ ഒരു സ്ഥാനം നിങ്ങളുടെ കുഞ്ഞ് നേടുന്നു എന്ന് കൂട്ടുക. നിങ്ങൾ അസൂയപ്പെടത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ 10 പേരോട് പറയാൻ നിങ്ങൾ അഭിമാനമുള്ളവരായിരിക്കും. അതാണ് സ്നേഹം. നിങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കുന്നു? ഞാൻ ചിന്തിക്കുന്നു, നമ്മൾ മിക്ക പേരും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നു. വേദപുസ്തകം പഠിക്കുന്ന ഭാര്യയോ ഭർത്താവോ തമ്മിൽ കൂടുതൽ സ്നേഹിക്കണമെന്നാണ്. ഇന്ത്യയിൽ ഞാൻ നിരന്തരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം മിക്ക മാതാപിതാക്കളും
അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. അവർ തമ്മിൽ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം. പാശ്ചാത്യ നാടുകളിൽ അത് സത്യമാണെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ തെളിവിതാണ്, കുഞ്ഞുങ്ങളൊക്കെ വിവാഹം ചെയ്തതിന് ശേഷം അവർ വീട് വിട്ടു പോയി കഴിയുമ്പോൾ ഈ പ്രായമായ മാതാപിതാക്കൾക്ക് തമ്മിൽ ബോറടിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവരെപ്പോഴും പോയി അവരുടെ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളിൽ മാറി മാറി താമസിക്കുന്നു. കാരണം അവർക്ക് തമ്മിൽ ചെയ്യാനായിട്ടൊന്നുമില്ല. കാരണം അവരുടെ ജീവിതം മുഴുവനും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റുമായിരുന്നു. അതുകൊണ്ട് അവർ പോയി ഒരു കുട്ടിയോട് താമസിക്കും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആടൊക്കെ പോകുന്നു, അതിനടുത്ത ആടൊക്കെ പോകുന്നു. അവർക്കൊരു വീടില്ലാതായി പോവുകയാണ്. ഞാൻ അവരെ സന്ദർശിക്കുന്നതിനല്ല, അതൊരു നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ ജീവിതമായി തീരുന്നതിനെ പറ്റിയാണ്. കാരണം അവർ തമ്മിൽ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം അവരുടെ കുഞ്ഞുങ്ങളെയാണ് സ്നേഹിച്ചത്. അതൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവിനും ആയിരിക്കണം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. ഒന്നാമത്തെ ദിവസം തൊട്ട് നിൻ്റെ പങ്കാളിയായിരിക്കണം നീ അധികം സ്നേഹിക്കേണ്ടത്. ഈ ലോകം വിട്ട് നീ പോകുന്നത് വരെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചോ ഇല്ലയോ, അവിടെ അസൂയയ്ക്ക് ഒരു സ്ഥാനവുമില്ല. ഇവിടെ പറയുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. പുറമേ നമ്മൾ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരോട് വീമ്പിളക്കത്തില്ല. പുറമേയുള്ള വീമ്പിളക്കം, നിന്നേക്കാൾ ഈ കാര്യം എത്രയോ നന്നായിട്ട് ചെയ്യാൻ എനിക്കറിയാം. 5 വയസ്സുള്ള കുട്ടികളാണ് അങ്ങനെ പറയുന്നത്. നമ്മളങ്ങനെ പറയാറില്ല. എന്നാൽ നമ്മളെപ്പറ്റിയുള്ള ഒരു ഉന്നത ഭാവം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം. അത് ഞാൻ ഒരിക്കലും പറയുന്നില്ലായിരിക്കാം. അത് ആന്തരികമായിട്ടുള്ളൊരു മനോഭാവം എനിക്കത് നന്നായിട്ട് ചെയ്യാൻ അറിയാം. ഞാൻ എൻ്റെ ഭാര്യയേക്കാൾ ആത്മീകനാണ്, ഞാൻ എൻ്റെ ഭർത്താവിനേക്കാൾ ആത്മീയനാണ്. ഈ അകത്തുള്ള നിഗളം അത് നിങ്ങളെ നശിപ്പിക്കും. ഞാൻ പറയട്ടെ, അത് നിങ്ങളെ നശിപ്പിക്കും. നിഗളം പുറത്ത് പ്രകടിപ്പിക്കപ്പെടണമെന്നില്ല അത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി. അത് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനെക്കുറിച്ചാലും നിഗളിയോ വീമ്പിളക്കുന്നവനോ ആണെങ്കിൽ, അതകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇവനേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ. അത് നിങ്ങളെ നശിപ്പിക്കും. വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാം നിങ്ങളുടെ നന്മയ്ക്കാണ്. സ്നേഹം ചീർക്കുന്നില്ല. ഇത് സാധാരണ നമ്മുടെ സംഭാഷണത്തിൽ കൂടെയാണ് പുറത്തു വരുന്നത്. തമ്മിൽ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ സാധാരണമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. സ്നേഹം ചീർക്കുന്നില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു ഗർവം കാണരുത്. പല ഭർത്താക്കന്മാരും ഭാര്യമാരോട് ഗർവത്തോടെയാണ് സംസാരിക്കുന്നത്. അവരെ പലപ്പോഴും ചെറുതായിട്ട് കാണുന്നു. അത് ജാതികളുടെ സംസ്കാരമാണ്. ജാതീയ സംസ്കാരത്തിൽ ഭർത്താവ് ഒരു രാജാവും ഭാര്യ ഒരു അടിമയുമാണ്. അങ്ങനെയാണ് ഗ്രാമങ്ങളിലുള്ള പല കുടുംബത്തിലെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് അവരെ ഈ കാര്യം പഠിപ്പിച്ച് ഉണർത്തേണ്ട ആവശ്യമുണ്ട്, ക്രിസ്തീയ മൂല്യങ്ങളിലേക്ക് മടങ്ങി വരാൻ. എന്നാൽ അനേക നാളുകളായി ക്രിസ്തീയ മൂല്യങ്ങളുള്ള നാടുകളിൽ പോലും അവിടെ ഈ മേഖലകളിൽ തെറ്റുകൾ പറ്റാറുണ്ട്. നമ്മുടെ ആന്തരികമായിട്ട് നമ്മൾ നിഗളികളായിട്ടായിരിക്കാം. 5-ാം വാക്യത്തിൽ നാം പിന്നെയും വായിക്കുന്നു, സ്നേഹം അയോഗ്യമായിട്ട് നടക്കുന്നില്ല. അതിനർത്ഥം നാം എപ്പോഴും യോഗ്യമായിട്ട് വേണം നടക്കാൻ, മാന്യമായ രീതിയിൽ. അങ്ങനെ ആയിരിക്കണം തമ്മിൽ ഇടപെടേണ്ടത്. അതുപോലെ ഇതൊരു മനോഹരമായ പദമാണ്. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണിത്. ദീർഘമായി ക്ഷമിക്കുന്നത് പോലെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമായിരിക്കുകയല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുകയല്ല ചിന്തിക്കുന്നത്, ഇത് എനിക്ക് എത്ര സൗകര്യപ്രദമാണ്. നിങ്ങളെ ഇത് ചിന്തിക്കാറുണ്ടോ, അത് മറ്റാൾക്ക് എത്രമാത്രം സൗകര്യപ്രദമാണെന്ന്? തൻ്റെ ഭർത്താവിന് ഇത് എത്ര സൗകര്യപ്രദമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവാണ്. മിക്ക ഭാര്യമാരും അങ്ങനെയാണ്, ക്രിസ്ത്യാനികളായ ഭാര്യമാർ. ഈ കാര്യത്തിൽ ഭർത്താക്കന്മാരാണ് കൂടുതൽ തെറ്റുകാർ. തങ്ങളുടെ ഭാര്യമാരുടെ സൗകര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ ഭാര്യമാർ നമ്മുടെ സൗകര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ. ഭർത്താക്കന്മാരെ വെല്ലുവിളിക്കുന്ന ഒരു വാക്യമാണിത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്കാണ്. ഞാൻ എൻ്റെ ഇഷ്ടം അന്വേഷിക്കത്തില്ല, ഞാൻ ക്ഷമയില്ലാത്ത ഒരാളാകില്ല, കരുണയില്ലാത്തവ ഞാൻ സംസാരിക്കുകയില്ല, ഞാനൊരു ധാർഷ്ട്യക്കാരനായിരിക്കില്ല. ഇവിടെ പറയുന്നു, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. നമുക്കറിയാമല്ലോ, നാം ഒരു വീണുപോയ ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം ആരും പൂർണ്ണരല്ല, നമ്മളിൽ ഒരാൾ പോലും അല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും ആത്മീയനായ മനുഷ്യൻ പോലും അവൻ്റെ മരണം വരെ തികഞ്ഞവനാകുന്നില്ല. നമ്മളിൽ ആരെക്കാളും എത്രയോ ദൂരം മുന്നിലായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഒരു കാലഘട്ടത്തിൽ അവനെ പിടിച്ചൊരു കോടതിയിൽ കൊണ്ടുപോയപ്പോൾ
അവൻ ഏതാണ്ട് ഇതുപോലെ പറഞ്ഞു: ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ നിർമ്മലതയോടെ ജീവിച്ചു. അതവൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു. അവിടെ അവനെ വിധിക്കാനിരുന്ന ആ മഹാപുരോഹിതൻ പറഞ്ഞു അവൻ്റെ കരണത്തടിക്കാൻ. അവിടെ ഇരുന്നവൻ പൗലോസിൻ്റെ മുഖത്തടിച്ചു. പൗലോസ് തിരിഞ്ഞ് അവനോട് പറഞ്ഞു: വെള്ള തേച്ച ശവക്കല്ലറയെ ദൈവം നിന്നെ അടിക്കും. ഈ പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസായിരുന്നു. വിശുദ്ധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പറഞ്ഞ അപ്പോസ്തലൻ തന്നെ. തെന്നി വീണു. പൗലോസിൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിലല്ല, ഏതാണ്ട് 60 വയസ്സ് പ്രായമുള്ളപ്പോഴാണിത്. എന്നാൽ അത്ഭുതകരമായിട്ടുള്ള കാര്യം, താൻ ആരോടാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ. എന്തുകൊണ്ടോ പൗലോസ് ആരോടാണ് പറയുന്നതെന്ന് അറിഞ്ഞില്ല. അനേക ആളുകൾ പറയുന്ന പൗലോസിന് വേണ്ടവണ്ണം കാണാൻ കഴിയുമായിരുന്നില്ലെന്നാണ്. അവൻ്റെ കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നമുണ്ടായിരുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അവൻ ഗലാത്യരോട് പറയുന്നു, നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. ആർക്കാണ് നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുക? കണ്ണിന് കുഴപ്പമുള്ള ഒരാൾക്കാണ്. മിക്കവാറും പൗലോസിന് കണ്ണിന് കാഴ്ച കുറവായിരുന്നുകൊണ്ട് ആരോടാ സംസാരിക്കുന്നവൻ അറിഞ്ഞില്ല. ഒരു പക്ഷെങ്കിൽ അതുകൊണ്ടായിരിക്കുക. അതൊരു പക്ഷെങ്കിൽ ഒരു കുഞ്ഞിനോടാണെങ്കിലും അവനൊരു കുഞ്ഞിനോട് പോലും അങ്ങനെ സംസാരിക്കില്ല. വെള്ള തേച്ച ശവക്കല്ലറയെ അങ്ങനെയുള്ള കാര്യം. അവിടെ അവൻ വീണു. എന്നാൽ അവനത് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവൻ അതിനോട് ക്ഷമ ചോദിച്ചു. ഒരു ദൈവമനുഷ്യൻ്റെ ലക്ഷണം അവൻ വീണു പോകുന്നില്ല എന്നല്ല. എന്നാൽ അവൻ തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ക്ഷമ ചോദിച്ച് അത് പരിഹാരം ഉണ്ടാക്കും. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ 3 വാക്കുകൾ: എന്നോട് ദയവായി ക്ഷമിക്കണം. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും പഠിക്കേണ്ട ഒരു പാഠമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസാനം വരെ തമ്മിൽ ഈ തെറ്റ് പറയേണ്ടി വരും. നമ്മുടെ പങ്കാളിയോട് നാം മനഃപൂർവ്വമായിട്ട് അത് ചെയ്തില്ലെന്ന് വരാം. നാം അപൂർണരാകയാൽ നമ്മുടെ മനസ്സാക്ഷിയിൽ അറിയാതെ തന്നെ അത് ചെയ്തെന്ന് വരാം. അത് മനഃപൂർവ്വമല്ലാതെ വേറൊരാളുടെ കാലിൽ ചവിട്ടുന്ന പോലാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ തിരക്കുള്ള ബസ് യാത്ര ചെയ്യുമ്പം, ഇന്ത്യയിൽ പ്രത്യേകിച്ചും, നിങ്ങൾ പുറകെ നിൽക്കുന്ന ഒരാളുടെ കാലിൽ അറിയാതെ ചവിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെന്ത് ചെയ്യും? എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ ആളുകളുടെ അറിയാതെ ഇങ്ങനെ കാലിൽ ചവിട്ടിയിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞിങ്ങനല്ല പറയുന്നത്, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്നല്ല. ഞാൻ പറയും, സാറേ എന്നോട് ക്ഷമിക്കണം. ഞാൻ അവർ വിവരിച്ചു കൊടുക്കത്തില്ല അറിഞ്ഞു ചെയ്ത പാപത്തിൻ്റെയും അറിയാതെ ചെയ്ത പാപത്തിൻ്റെയും ഉപദേശത്തെക്കുറിച്ച്. ഞാനൊരു മനുഷ്യൻ്റെ കാലിൽ ചവിട്ടിയതിന് ശേഷം അവനോട് ഉപദേശം പറഞ്ഞു കൊടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയും, ക്ഷമിക്കണം, അത് മതി. അങ്ങനെ തന്നെയാണ് നമ്മൾ അറിയാതെ ചില കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പം നമ്മുടെ കുടുംബത്തിൽ നാമും ചെയ്യേണ്ടത്. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന അത്ഭുതകരമായ കാര്യം ഇതാണ്. 42 വർഷം ഞാനൊരു സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളായിരുന്നു. പെട്രോളിൻ്റെ വില കാരണം കാർ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് ഇന്ത്യൻ റോഡുകളിൽ അവിടെ ഒരു ന്യായപ്രമാണത്തിന് കീഴിലല്ല അത് ചെയ്യുന്നത്. അവിടെ പലപ്പോഴും വ്യാജ കുറുവയാണ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ യാത്ര ചെയ്യുമ്പം പെട്ടെന്ന് അവർ തിരിയും. പലപ്പോഴും സിഗ്നൽ ഇടുകയോ കൈകൊണ്ട് കാണിക്കുകയോ ചെയ്യാതെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഞാൻ ചിലപ്പോൾ മറ്റുള്ളവരെ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ ചില സമയത്ത് മറ്റുള്ളവർ എന്നെയും വന്ന് ഇടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് എൻ്റെ വണ്ടി അവരെ ഇടിച്ചു. അത് അവരുടെ തെറ്റാണെന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഇന്ത്യയിലെ രീതി ഇതാണ്: ആരാണ് കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് അവനാണ് ശരി. അതുകൊണ്ട് അപകടം ഉണ്ടാകുമ്പോൾ ഒരാൾ വളരെ ഉച്ചത്തിൽ അവർ ആർഗ്യൂ ചെയ്യും. അത് വാദപ്രതിവാദത്തിലേക്ക് പോകും. അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഒരു ക്രിസ്ത്യാനി ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ട് ഞാൻ ചെയ്യാറുള്ളത്, ഇത് സംഭവിച്ച ഉടനെ തന്നെ അവൻ്റെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, എനിക്കറിയാം അവൻ്റെ തെറ്റാണെങ്കിലും അവൻ അതിന് പേരിൽ ബഹളം ഉണ്ടാക്കും. ഞാൻ പറയും, സാറേ ക്ഷമിക്കണം. അവൻ്റെ മുഴുവൻ മനോഭാവം മാറും. അവൻ പറയും, ഒരു കുഴപ്പമില്ല. അവൻ അങ്ങനെ പെട്ടെന്ന് വെട്ടിത്തിരിച്ചതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞാൻ അറിയാമെങ്കിലും അവിടെ ഒരു സമാധാനം ഉണ്ടാകും. എൻ്റെ സ്കൂട്ടറിൻ്റെ ഇച്ചിരി പെയിൻറ്റ് പോയി കാണും, അതെനിക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അവിടെ സമാധാനം, എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കണം. നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിൽ ഈ നിയമം വീട്ടിലും പിന്തുടരുക. കുറ്റം കണ്ടുപിടിക്കാൻ ധൃതിപ്പെടരുത്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. കണക്ക് സൂക്ഷിക്കരുത്, ദോഷം കണക്കിടരുത്. ആരോ പറഞ്ഞതുപോലെ സ്നേഹം ഒരു മോശം അക്കൗണ്ടൻ്റാണ്, അവന് കണക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ല.
നിങ്ങൾക്കറിയാമല്ലോ, മോശം അക്കൗണ്ടിന് കണക്ക് സൂക്ഷിക്കാൻ ഇതുപോലെയാണ്. സ്നേഹത്തിന് കണക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ല. ഈ ഓർമ്മ അതിനില്ല. ഞാൻ ഓർക്കുന്നു 2019 ഓഗസ്റ്റ് മാസം നീ ഇങ്ങനെ ചെയ്തു. ഒരു നല്ല കണക്കുള്ള ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ മോശം കാര്യത്തിനെയും കണക്ക് സൂക്ഷിക്കുന്നു. അവർ കണക്ക് സൂക്ഷിക്കുന്നു. സ്നേഹം കണക്ക് സൂക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശോധന ചെയ്യാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കാവശ്യം പുതിയ നിയമ കുടുംബങ്ങളാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എഴുതിയിട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ പങ്കാളി ചെയ്ത ദോഷത്തിൻ്റെ ഒരു കണക്ക് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിവാഹം ചെയ്ത സമയം മുതൽ. നമ്മുടെ ഓർമ്മയെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റാളുകൾ എനിക്ക് ചെയ്ത തിന്മയുടെ എല്ലാ കണക്കും ഒരു പക്ഷെങ്കിൽ എൻ്റെ ഓർമ്മയിൽ കാണുമായിരിക്കാം. ഞാൻ അവരോട് ക്ഷമിച്ചു. കാരണം ഞാൻ എൻ്റെ ഇച്ഛയിലാണ് ജീവിക്കുന്നത്, ഓർമ്മയിലല്ല. എൻ്റെ ചിന്തയിലേക്ക് ചില ഓർമ്മകൾ കടന്നു വരുമ്പം ഞാൻ പറയും, ഞാൻ അതനുസരിച്ച് ജീവിക്കില്ല. ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓർമ്മകൾ വരും. ഇതുപോലെ തന്നെയാണ് പിശാചും. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ചെയ്ത പാപങ്ങൾ അവൻ ഓർപ്പിക്കും. അതിനെ തിരസ്കരിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ കുറ്റപ്പാടിലേക്ക് പോകരുത്. നമ്മുടെ ഓർമ്മയിൽ നമുക്ക് നിയന്ത്രണമില്ല. നാം വീണ്ടും ജനിച്ചപ്പം ദൈവം നമ്മുടെ ഓർമ്മ എടുത്ത് കളഞ്ഞില്ല. നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നപ്പം ചെയ്ത ഏറ്റവും മോശപ്പെട്ട കാര്യത്തെ പോലും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്ത പാപങ്ങൾ നിങ്ങളത് ഓർക്കുന്നില്ലേ? നിശ്ചയമായിട്ടും. ഞാൻ വീണ്ടും ജനിക്കപ്പെടുന്നതിന് മുമ്പ് 60 65 കൊല്ലം മുമ്പ് ചെയ്ത പാപങ്ങളെക്കുറിച്ചും എനിക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം യേശുവിൻ്റെ രക്തം ക്ലീൻ ചെയ്തു. അതുകൊണ്ട് എനിക്കത് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ, നിങ്ങളിങ്ങനെ ചെയ്ത ഒരാളല്ലേ എന്ന് പിശാച് നിന്നെ ഓർപ്പിക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാനത് ചെയ്തതാണെന്ന്. ഒരു ദൈവമനുഷ്യൻ പറഞ്ഞതുപോലെ ഞാൻ ചിന്തിക്കുന്നു, അത് മാർട്ടിൻ ലൂഥറോ അങ്ങനെ ആരോ ആണ്. അവനൊരു സ്ഥലത്തിരിക്കും, പിശാച് അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവൻ ചെയ്ത പാപങ്ങളെ ഒന്നിനു പിന്നെ ഒന്നായിട്ട് ഓർമ്മിപ്പിച്ചു. അവൻ കേട്ടുകൊണ്ടേയിരുന്നു. അവസാനമായിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു. ഇത് മാത്രമല്ല, പിശാച് ഒത്തിരി കാര്യങ്ങൾ പിന്നെയുണ്ട്. അത് മുഴുവനും പറഞ്ഞു തീർക്കുക. എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ എഴുതുക, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി അവനെ ശുദ്ധീകരിച്ചിരിക്കുന്നു. എത്ര മഹത്വകരം! നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും കഴുകിക്കളയാനായിട്ടുള്ള ഒരു നല്ല മാർഗം ഇതല്ലേ? പിശാചിനോട് പറയുക, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നീ എഴുതുക. അതിനുശേഷം പിശാചിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങളും, പിശാചിന് നമ്മുടെ ചിന്തയെ വായിക്കാൻ കഴിയത്തില്ല. അവൻ അതുകൊണ്ട് അത് അറിയത്തില്ല. അതുകൊണ്ട് നീ പറയാത്ത കാര്യങ്ങളുമാണ് എൻ്റെ ചിന്തയിൽ കൂടെ സംഭവിച്ചത്. അത് നീ എല്ലാം പറയുക. യേശുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു, നിനക്കെന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് ഈ സത്യം വളരെ ഇഷ്ടമാണ്. നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്ന കാര്യം. ഇന്നലത്തെ പാപവും ഒരുപക്ഷെ ഇന്ന് രാവിലെ ആയിരിക്കും നിങ്ങൾ തെറ്റിപ്പോയത്. നിങ്ങൾ ഏറ്റുപറയുക, യേശുവിൻ്റെ രക്തം അത് കഴുകിക്കളയും. നമ്മുടെ വിവാഹ പങ്കാളിയെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ കരുതുന്നില്ല? നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ അവർ മുമ്പ് ചെയ്തതോ പറഞ്ഞതോ മായ്ച്ചു കളയാത്തത്, അത് പിന്നെയും എടുത്തുകൊണ്ട് വരരുത്. ദൈവം പറയുന്നു, ഞാൻ അതിനി ഒരിക്കലും ഓർക്കയില്ല. എബ്രായർ 8:12. നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും. എത്ര നല്ലൊരു മനോഭാവം! അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ ദൈവം ഓർക്കയില്ല എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ? നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം ചെയ്ത ഒരു പാപത്തെക്കുറിച്ചും ഒട്ടും ഓർമ്മയില്ലെന്നുള്ളത് അതൊരു അത്ഭുതകരമായ കാര്യമല്ലേ? ദൈവം നിങ്ങൾക്ക് ചെയ്തത് മറ്റുള്ളവർക്കും ചെയ്യുക. ദൈവം നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളുടെ ഭർത്താവിനോടും ഭാര്യയോടും ചെയ്യുക. ക്ഷമിക്കുക മാത്രമല്ല, നാം പെട്ടെന്ന് ക്ഷമിക്കും. വിവാഹിതരായ ദമ്പതിമാർക്ക് ഞാൻ കൊടുക്കാറുള്ള ഒരു വരി ഉപദേശം ഇതാണ്. ഒരു വരി ഉപദേശം അനേക ദമ്പതിമാർക്ക് ഞാൻ അവർക്ക് ഈ ഒരു വരി ഉപദേശം കൊടുക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ ക്ഷമ ചോദിക്കുക, പെട്ടെന്ന് തന്നെ ക്ഷമിക്കുക. അത് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിൻ്റെ ഒരു കണക്ക് സൂക്ഷിക്കരുത്. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. തെറ്റായിട്ട് ഒരാൾ ചെയ്തത് ആ കണക്ക് അവർ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം നിങ്ങൾ കണക്ക് സൂക്ഷിക്കുന്നെങ്കിൽ അത് ശരിയായ ഒന്നല്ല. നിങ്ങളുടെ ഓർമ്മയിൽ പൊങ്ങി വരുമ്പോൾ നിങ്ങളതിനെ തിരസ്കരിച്ച് കളയണം.
ഒരിക്കലും നിങ്ങളുടെ വായിൽ കൂടെ അത് പുറത്തു വരാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോയതുകൊണ്ടാണ് നിങ്ങളുടെ വായിൽ കൂടെ അത് പുറത്തു വരുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ അത് ഇരിക്കുന്നെങ്കിൽ ശരി, നിങ്ങളുടെ ഓർമ്മയ്ക്ക് നിങ്ങളുടെ മേൽ കൺട്രോളില്ല. നമ്മുടെ ഓർമ്മയെ ദൈവം ശുദ്ധീകരിച്ചിട്ടില്ല, അതവിടെ ഉണ്ട്. എന്നാൽ നിങ്ങളുടെ വായിൽ കൂടെ അത് വരുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പോയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് അത് വായിൽ കൂടെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർപ്പിക്കുകയാണ് അവർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അത് അവനെ അല്ലെങ്കിൽ അവളെ മുറിപ്പെടുത്തരുത്. അവനല്ലെങ്കിൽ അവൾ പറഞ്ഞത് ശരിയാണ്, എന്നാൽ നീ അതിനെക്കുറിച്ച് മാനസാന്തരപ്പെട്ടതല്ലേ? നിങ്ങളുടെ പങ്കാളിക്കും അറിയാം നിങ്ങൾ അതിനെ ഓർത്ത് മാനസാന്തരപ്പെട്ടതാണെന്ന്. പിന്നെന്തിനാണ് അത് പിന്നെ ഓർപ്പിക്കുന്നത്? അവരെ അല്പം കൂടെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ലേ അത്? അതല്ല നമ്മുടെ വിളി. നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ നിങ്ങളത് സൗഖ്യമാകാനായിട്ട് എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കില്ല. നിങ്ങളൊരു കത്തിയെടുത്ത് നിങ്ങളുടെ പങ്കാളിയുടെ കയ്യിൽ കുത്തില്ല. ശരി, അവിടെ ഹൃദയവും മുറിപ്പെടുത്തരുത്. ഞാൻ പറയട്ടെ, വാക്ക് കത്തിയേക്കാൾ വളരെ മൂർച്ചയുള്ളതാണ്. കത്തി കൊണ്ടുള്ള മുറിവ് സുഖപ്പെടും, എന്നാൽ വാക്കുകൊണ്ടുള്ള മുറിവ് സൗഖ്യപ്പെടാൻ ദീർഘനാളുകൾ എടുക്കും. അതുകൊണ്ട് വാക്കെന്ന കത്തി ഉപയോഗിക്കാൻ സൂക്ഷിക്കുക, മൂർച്ചയുള്ള വാക്കുകൾ. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ കുടുംബജീവിതങ്ങളിൽ അങ്ങനെ തെറ്റി വീണാൽ നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുക, നമ്മുടെ പങ്കാളിയോട് ക്ഷമ ചോദിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ കുടുംബജീവിതം മെച്ചപ്പെട്ട് വരും. ഈ സമയത്തേക്ക് നമ്മുടെ മക്കൾ വളർന്ന് കൗമാരപ്രായം എത്തുമ്പോഴേക്കും അവരിത് കാണുകയും അവർ വളർന്ന് വിവാഹപ്രായത്തിലെത്തുമ്പം അവർ നിങ്ങളോട് പറയും, പപ്പ മമ്മി, എനിക്കും നിങ്ങളെപ്പോലെ ഒരു കുടുംബജീവിതം വേണം. ഇതിനേക്കാളും വലിയൊരു സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ? കുഞ്ഞുങ്ങളുടെ ഈ വാക്കിനേക്കാൾ. അവരത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളും മോശപ്പെട്ട കാര്യങ്ങളും. എന്നാൽ ഭാഗ്യവശാൽ നിങ്ങളത് മാനസാന്തരപ്പെട്ടു. നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്ന് ഒരു കൗമാരപ്രായം എത്തിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗമാണ് അവർ കണ്ടത്. കാരണം 20 കൊല്ലത്തോളം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ രക്ഷയ്ക്കാണ് നിങ്ങൾ ആഗ്രഹിച്ചു. കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നുകൊണ്ട് ആരംഭകാലത്തെക്കുറിച്ച് അവർക്ക് വളരെ ഓർമ്മ കുറവാണ്. അത് മഹത്തരമായൊരു കാര്യമല്ലേ? പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു തുല്യമായൊരു കുടുംബജീവിതമായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സഹായിക്കണേ. ഞങ്ങൾ തികഞ്ഞവരല്ല, പൂർണ്ണതയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു ശിഷ്യനെ പോലെ അങ്ങയെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വർഗീയ കുടുംബ ജീവിതങ്ങളുണ്ടാകാൻ ഞങ്ങളെ സഹായിക്കണേ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു മാതൃകയായിരിക്കാൻ സഹായിക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.